ഏപ്രിൽ 27-ാം തീയതി തുടങ്ങി LDFിൻ്റെ ഡിക്ലറേഷൻ വന്നതിന് ശേഷമുള്ള ഒരു ഓട്ടമാണ്. ആ ഓട്ടത്തിന് ഇന്നൊരു ഔദ്യോഗിക പരിവേഷം കൂടി വന്നിരിക്കുകയാണ്. നമ്മൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഞാനിങ്ങനെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഇനിയും ആ ഓട്ടം ഇതുപോലെ തുടരും. ഇനി അതിൻ്റെ കുറച്ച് പ്രോസസ്സ് ഉണ്ടല്ലോ, ഇലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. അതതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ. ഞാൻ എന്നെ LDF ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യവുമായി 26-ാം തീയതി വരെ, ഏപ്രിൽ 26-ാം തീയതി വരെയും അതിൻ്റെ ദൗത്യം തുടരും. ജനങ്ങളിലുള്ള വിശ്വാസം, അടിയുറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. എന്തോ അതെ, അതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമാണല്ലോ, ഒരു ചെറിയ ക്യാൻവാസിൽ നിന്ന് വലിയ വിപുലമായൊരു ക്യാൻവാസിലേക്ക് ചെല്ലുമ്പോഴുള്ള ഒരു എല്ലാവർക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും എന്നൊക്കെയുള്ളതാണ്. പക്ഷേ ഈ ചെറിയ തട്ടിൽ 10-25 വർഷക്കാലമായി ജനങ്ങളുമായി ഇടപെട്ട് പ്രവർത്തിച്ചപ്പോൾ കിട്ടിയ എല്ലായിടത്തും ജനങ്ങളാണുള്ളത്. അപ്പോൾ അവരിൽ നിന്ന് കൊണ്ടും സ്നേഹപൂർവമായ ശാസനയും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് തന്നിട്ടുള്ള ഈ പൊതുപ്രവർത്തനത്തിന് വേണ്ടി, സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി എനിക്ക് എൻ്റെ ചെറിയ മേഖലയിലുള്ള ജനങ്ങൾ തന്നിട്ടുള്ള വലിയ ഒരു അടിയുറച്ച ഒരു ഉറപ്പുണ്ട്, ഒരു ബേസ് ഉണ്ട്. ആ ബേസിൽ നിന്നുകൊണ്ട് എവിടെയും പോകാൻ കഴിയും, ഏത് പ്രവർത്തനവും ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം എൻ്റെ ജനങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്യാരണ്ടിയുടെ കാലഘട്ടമാണ്. പലരും ഗ്യാരണ്ടി നൽകുന്നു. അതേപോലെ തന്നെ 15 ലക്ഷം രൂപ ഗ്യാരണ്ടി നൽകാൻ ഇനി സാധിക്കുമോ ജയിച്ചാൽ? ഞങ്ങൾക്ക് LDF മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടി ജനങ്ങൾക്ക് ഇന്ത്യയിൽ സ്വസ്ഥമായി സമാധാനത്തോടു കൂടി നിർഭയമായി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക സ്ഥിതിവിശേഷം ഉണ്ടാക്കുക എന്നുള്ളത്.